പ്രിയപ്പെട്ടവരെ, ഒരു സർക്കാർ പദ്ധതി കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രയോജനപ്രദമായിരുന്നു എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി ഫീൽഡ് തലത്തിൽ നടത്തിയ സന്ദർശനവും കർഷകരുടെ ഇടയിൽ നിന്ന് വന്ന പ്രതികരണവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഹോർട്ടിക്കൾച്ചറൽ മിഷനിലൂടെ പയ്യന്നൂർ ബ്ലോക്കിൽ ഈ വർഷം നടപ്പിലാക്കിയ കൂൺഗ്രാമം പദ്ധതി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ നിരവധി കർഷകർക്ക് അവരുടെ നിത്യ വരുമാനത്തിനുള്ള മാർഗമായി തീർന്നിരിക്കുകയാണ്. 11,250 രൂപ 40% സബ്സിഡി എന്ന രീതിയിൽ നൽകി ആരംഭിച്ച ചെറുകിട കൂൺ യൂണിറ്റുകൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനു പുറമെ 40% സബ്സിഡി എന്ന രീതിയിൽ 2 ലക്ഷം രൂപ നൽകി ഒരു ലാർജ് സ്കെയിൽ യൂണിറ്റും 50% സബ്സിഡി എന്ന രീതിയിൽ 50,000 രൂപ നൽകി 3 കമ്പോസ്റ്റ് യൂണിറ്റുകളും 50% സബ്സിഡി എന്ന രീതിയിൽ 2 ലക്ഷം രൂപ നൽകി ഒരു പാക്ക് ഹൗസ് യൂണിറ്റും അതുപോലെ തന്നെ 50% സബ്സിഡി എന്ന രീതിയിൽ 1 ലക്ഷം രൂപ നൽകി ഒരു പ്രിസർവേഷൻ യൂണിറ്റും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളിൽ ചിലരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ ഇപ്പം നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾക്ക് ഈ കൂൺ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് അത്രമാത്രം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട് ഫാം ചെയ്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായല്ല, അതിന് മുമ്പേ തന്നെ തുടങ്ങിയില്ലേ? ഇപ്പോൾ എത്ര വർഷമായി ഇത്? ഇപ്പം നമ്മൾ കൂൺകൃഷി തുടങ്ങിയിട്ട് തന്നെ ഒരു 2.5 വർഷത്തോളമായി തുടങ്ങിയിട്ട്. ഇപ്പൊ കുറേശ്ശെയാണ് നമ്മൾ ഇതിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സബ്സിഡി കിട്ടിയതോടുകൂടി പൂർത്തിയായി അല്ലേ? അപ്പൊ വിൽപ്പനക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല, കുഴപ്പമില്ല. ഇല്ല. ഇത്രയധികം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഏകദേശം എത്ര ബെഡ് ഉണ്ടാവും? ഏകദേശം ഒരു 500 ബെഡ് ഉണ്ട്. കുറച്ച് മാറ്റി. അപ്പോൾ അത് വിൽപ്പന നടത്തുന്നതിനൊന്നും ഒരു പ്രശ്നം കുഴപ്പമില്ല. ഒന്ന് പ്രാദേശികമായിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഷോപ്പുകളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കുടുംബിനി എന്ന രീതിയിൽ ഇത് നല്ലൊരു പദ്ധതിയായിട്ട് തന്നെ കൊണ്ടുപോകാം. ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പദ്ധതിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയല്ലേ? അതിൻ്റെ പരിശീലനം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? പരിശീലനം കുറച്ച് സാധനങ്ങളുടെയൊക്കെ പരിശീലനത്തിന് ഞാൻ പോയിട്ടുണ്ട് അല്ലേ? അതിനിപ്പം കൂടുതൽ പരിശീലനം അത് നമ്മൾ ആ സമയത്ത് അറിയിക്കാം. നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നിച്ച് ഒരു 100 ബെഡ് നിറയ്ക്കാനുള്ള ഒരു ഇത് നമുക്ക് അതിനുള്ള ഇതില്ലായിരുന്നു. ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വന്നുകൊണ്ട് നമ്മളിത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്തു. ഇതിപ്പോ ഒരു 2-3 പ്രാവശ്യം വളവെടുത്ത ബെഡുകളാണല്ലോ ഇവിടെ ഉള്ളത്. ഇനിയിപ്പോ ഇത് മാറ്റിയിട്ട് പുതിയ ബെഡ് ഇടാൻ പോയെന്നല്ലേ? അപ്പൊ ഈ 3 പ്രാവശ്യം വളവെടുത്തത് നമുക്ക് വേണ്ട രീതിയിൽ വിൽപ്പന നടത്താൻ പറ്റിയിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ എനിക്ക് വിൽപ്പനയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതായത് നമ്മൾ പ്രാദേശികമായിട്ട് തന്നെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലാണെങ്കിലും ആൾക്കാർ വിളിക്കും, അപ്പൊ അവർക്ക് കൊണ്ടെത്തിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കുടുംബിനി എന്നുള്ള രീതിയിൽ ചെറിയ ഇതിന്റെ ഭാഗമായിട്ടൊരു ചെറിയ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അല്ലേ? പക്ഷെ ഇനിയിപ്പോ വേനൽക്കാലം ആകുന്ന സമയത്ത് ഉൽപാദനം കുറയും. എങ്ങനെയായാലും അങ്ങനെ ഇത് സ്ഥാപിച്ചത് കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നം ബെഡിനാണെങ്കിലും ഒരു ഇല്ല അങ്ങനെ ദോഷമൊന്നും വന്നിട്ടില്ലല്ലോ. പ്രൊഡക്റ്റ് ഉൽപാദനം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? നല്ല ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. 100 ബെഡ്. അപ്പൊ ഇതിപ്പോ വിളവെടുത്ത് കഴിഞ്ഞതായിരിക്കും അല്ലേ? ഇപ്പൊ 2-3 പ്രാവശ്യം വിളവെടുത്തു അല്ലേ? ഇതിന്റെ സെയിലിനൊന്നും പ്രശ്നമൊന്നുമില്ല? ഇല്ല അല്ലേ? വീടുകളിൽ കൊണ്ടു കൊടുക്കുന്ന അല്ലേ? അതെ അല്ലേ? അപ്പൊ അങ്ങനെ വേസ്റ്റ് ആയി പോകുന്നില്ല? ഇല്ല. കൂൺ തന്നെ നേരിട്ട് വെക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നം ഒന്നും ആക്കുന്നില്ല? അച്ചാറ് അങ്ങനെയുള്ള സാധനങ്ങളാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ മറ്റ് രോഗങ്ങളുടെ പ്രശ്നമൊന്നുമില്ല? ഇല്ല അല്ലേ? ബെഡിന് രോഗങ്ങളുടെ പ്രശ്നമില്ല.
ഇതിപ്പോൾ നമ്മൾ ഈ പിന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനും കുറേ മുൻപേ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ ഇത് അല്ലേ? കഴിഞ്ഞ വർഷം മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമുതൽ ഇതുവരെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വിൽപ്പന പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല അല്ലേ? അപ്പോൾ ശരിക്കൊരു നമ്മൾ ഒരു പിന്നെ സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പിന്നെ പയ്യന്നൂർ ബ്ലോക്കിൽ ഈ വർഷം നടപ്പിലാക്കിയ കൂൺഗ്രാമ പദ്ധതിയിൽ സബ്സിഡിയിൽ ആക്കി വെച്ച കൂണാന്നല്ല ഇത്. അത് ഭാർഗവിച്ചി ഇപ്പം നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പം പൊതുവേ ഇത് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വയം തൊഴിൽ നിലയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതല്ലേ? പിന്നെ ആദ്യം നന്നായിട്ട് വളമുണ്ടായിരുന്നല്ലേ? ഇത് വേറെ രോഗത്തിൻ്റെ ചെറിയൊരു പ്രശ്നം അല്ലേ? അത് പിന്നെ പ്രാണിയുടെ പ്രശ്നം. അതിന് ഇൻസെക്റ്റ് നെറ്റ് ഉണ്ട് ആ പ്രാണിക്ക് വേണ്ടിയിട്ടില്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകുന്നതാണ്. അത് നമ്മളെ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് പ്രാണി വരാൻ സാധ്യതയില്ല. എല്ലാ ഭാഗത്തും നെറ്റ് അടിച്ചു കൊടുത്താൽ മതി. ഈ പിന്നെ സബ്സിഡി ഗുണം ചെയ്തിട്ടില്ലേ അല്ലേ? അതെ അല്ലേ? ഒരു കുടുംബിനി എന്നുള്ള രീതിയിൽ നമുക്ക് പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അതല്ലേ? അപ്പൊ വിൽപ്പനക്കൊന്നും ഒരു വിഷയമില്ല. വിൽപ്പന വിഷയം തന്നെയാണ്. എന്നാലും അത് എവിടെയാണ് വിൽപ്പന നടത്തുന്നത്? വിൽപ്പന നമ്മൾ കുറച്ച് പിന്നെ ഇവിടെ ചില ടേസ്റ്റ് മനസ്സിലാക്കി വാങ്ങിക്കുന്നുണ്ട്, നാട്ടിലുള്ളവരെ വാങ്ങിക്കുന്നുണ്ട്. ഏതായാലും പദ്ധതിയിൽ ഞങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് പിന്നെ ഗുണം തന്നെയാണ്. അതല്ലേ? ആയിക്കോട്ടെ. അതല്ലേ? മുമ്പ് നമ്മുടെ കൂണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്ത് കൂണില് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ഒരു കൂണ് വാങ്ങാൻ തുടങ്ങി. അതിനിടയ്ക്ക് തട്ടമ്പത്ത് വെച്ചൊരു ക്ലാസ് ഉണ്ടായി. കൃഷി വകുപ്പും അടുത്തൊരു അതെ ഞാൻ ആ ക്ലാസ് എടുത്തിന് ബന്ധപ്പെട്ട് അതിൽ പിന്നെയാണ് അമ്മയാണ് തുടങ്ങിയത്. അപ്പം അമ്മ വന്ന് ആദ്യം ഒന്നാക്കി അതിന് വിളവെടുക്കാൻ തുടങ്ങിയ പിന്നെ നമുക്കിത് സ്ഥിരം ഭക്ഷണത്തിൽ പിന്നെ ഉപയോഗിക്കുന്നതിന് കൂടുതലായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ആക്കുമ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റും വരാൻ തുടങ്ങി. നമുക്ക് കൂണില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയായി. ഇപ്പം ഇത് വിൽപ്പന നടത്തുന്നുണ്ടോ? വിൽപ്പന അത്യാവശ്യം വാട്സപ്പിലിട്ടിട്ട് ഉണ്ട്. അതിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഈ അസുഖങ്ങളെല്ലാം വന്നിട്ട് ഈ ട്രൈക്കോഡർമയുടെ പ്രശ്നങ്ങളുണ്ടോ? പച്ചപ്പ് അവിടെ ഇപ്പം വിളവ് കുറച്ച് കുറവാണ്. പിന്നെ നമ്മുടെ ബന്ധുക്കളെല്ലാം കൊടുത്തിട്ട് അങ്ങനെ ഉണ്ട് അല്ലേ? ഏതായാലും തുടർന്നുകൊണ്ട് പോകും അതല്ലേ? നമുക്ക് ഭക്ഷണം ഓക്കെ, ശരി. ഏതായാലും നമ്മൾ ഈ പയ്യന്നൂർ ബ്ലോക്കിൽ നമ്മൾ നടപ്പിലാക്കിയ ഒരു കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ചെറുകിട കൂൺ ഉൽപ്പാദന യൂണിറ്റ് ആരംഭിക്കാനുള്ള കാരണം എന്താണ്? കൂൺ ഇഷ്ടമായതുകൊണ്ട്. ഇതിനു മുമ്പേ തന്നെ കൂൺ കൃഷി തുടങ്ങിയിട്ടുണ്ടോ? അതിനുശേഷമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ പദ്ധതി നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? ഗുണം തന്നെ. അപ്പോൾ ഇത് ഒരു കുടുംബിനി എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു പദ്ധതിയാണ് അല്ലേ? അപ്പോൾ ഒരു പ്രാവശ്യം വിളവെടുത്തിട്ടുണ്ടാവില്ലേ? ഒരുപാട് എടുത്തു. അപ്പോൾ വിൽപ്പനക്കൊന്നും പ്രശ്നമില്ല, ആളെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഉണ്ട് അല്ലേ? അത് ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. മോള് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഭയങ്കര ഇഷ്ടമാണ് അതല്ലേ? അതല്ല ശരിക്കും പിന്നെ നമ്മളിപ്പം തീരെ വിഷം ഇല്ലാന്ന് കരുതുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്നൊരു ഭക്ഷണമാണല്ലോ അത് അതല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതി ഇനിയും തുടർന്ന് കൊണ്ടുപോകും, കുറേ കാലം കൊണ്ടുപോകും അല്ലേ? ഓക്കെ.